ലക്നൗ പഞ്ചാബ് മത്സരത്തിൽ പഞ്ചാബ് തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പോൾ IPLൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിലിപ്പോൾ 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. നേരത്തെ വരെ ലക്നൗ ആയിരുന്നു 10ാം സ്ഥാനത്ത്. എന്നാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസാണ് 10ാം സ്ഥാനത്ത്. ഇതുവരെ ഒരു കളിയിൽ പോലും ഇവർ ജയിച്ചിട്ടില്ല. പോയിന്റ് ഒന്നും തന്നെയില്ല. 9ാം സ്ഥാനത്ത് ഡൽഹിയുണ്ട്. അവർക്കും പോയിന്റ് ഒന്നും തന്നെയില്ല. 2 മാച്ചും തോറ്റിരിക്കുകയാണ്. 8ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് 2 പോയിന്റ് ഉണ്ട്. 2 മത്സരത്തിൽ നിന്ന് ഒരു കളി അവർ ജയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ RCB 7ാം സ്ഥാനത്താണ്. അവർ ഇതുവരെ 3 കളി കളിച്ചിട്ടുണ്ട്. 2 എണ്ണത്തിലും തോറ്റിരിക്കുകയാണ്. ഒരു കളി മാത്രമേ RCB ജയിച്ചിട്ടുള്ളൂ. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. നിലവിലിപ്പോൾ 6ാം സ്ഥാനത്ത് പഞ്ചാബാണ്. അവർ 3 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ചിട്ടുണ്ട്. 2 പോയിന്റ് പഞ്ചാബിനുണ്ട്. ഇന്നിപ്പോൾ ലക്നൗ കളി ജയിച്ചപ്പോൾ ലക്നൗ 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 2 മാച്ചിൽ നിന്ന് ഒരു കളി അവർ ജയിച്ചിട്ടുണ്ട്. 2 പോയിന്റ് ലക്നൗവിനുണ്ട്. 4ാം സ്ഥാനത്തുള്ളത് SRH ആണ്. അവർ 2 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ചിട്ടുണ്ട്. 2 പോയിന്റ് SRHനുമുണ്ട്. നിലവിലിപ്പോൾ 3ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. കളിച്ച 2 മാച്ചിലും രാജസ്ഥാൻ ജയിച്ച് 4 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. 2ാം സ്ഥാനത്തുള്ള കൊൽക്കത്തയും കളിച്ച 2 മാച്ചിലും ജയിച്ച് 4 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തുള്ളത് ചെന്നൈയാണ്. കളിച്ച 2 മാച്ചിലും ചെന്നൈയും ജയിച്ചിട്ടുണ്ട്. ഇതുവരെ കളിച്ച എല്ലാ മാച്ചിലും ജയിച്ചിരിക്കുന്നത് CSK, കൊൽക്കത്ത, രാജസ്ഥാനാണ്. ഈ 3 ടീമിനുമാണ് 4 പോയിന്റ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ റൺ റേറ്റ് ഉള്ളത് CSK ടീമിനാണ്. അതുകൊണ്ടാണ് അവർ 1ാം സ്ഥാനത്തുള്ളത്. നിലവിലെ പോയിന്റ് ടേബിൾ വിശകലനം ചെയ്യുമ്പോൾ ഈ 3 ടീമുമാണ് മികച്ചത്. ലക്നൗ ഇതുവരെ 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് ജയിച്ചതോടുകൂടി 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.